ഹായ് എവരി വൺ. മാലിദ്വീപിലെ അധ്യാപക ജോലിയുമായി ബന്ധപ്പെട്ട ചില തിരുത്തലുകളും മാറ്റങ്ങളെയും കുറിച്ച് അറിയിക്കുവാനാണ് ഈ വീഡിയോ. പതിവ് പോലെ എല്ലാ പരസ്യക്കാരും 70,000 മുതൽ 1,00,000 രൂപ വരെ ശമ്പളമുണ്ടെന്ന് പറയാറുണ്ട്. ഈ പരസ്യത്തിൽ അക്കമഡേഷൻ സൗജന്യമായി നൽകുമെന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് തികച്ചും തെറ്റാണ്. മാലിദ്വീപിലെ ഏറ്റവും ചിലവ് കൂടിയ കാര്യം തന്നെയാണ് അക്കോമഡേഷൻ. സാധാരണഗതിയിൽ 3,000 റുഫിയ അല്ലെങ്കിൽ 15,000 രൂപ കൊടുക്കാതെ സാധാരണഗതിയിലുള്ള ഒരു അക്കോമഡേഷൻ കിട്ടുവാൻ പ്രയാസമാണ്. നാം അപ്പോയിൻമെൻറ്റ് നേടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഐലൻഡിലേക്കായിരിക്കാം പോവുക. ഐലൻഡിലെ ചിലവുകൾ വളരെ കൂടുതലാണ്. ഈയിടെയായി ലോക്കൽ അധ്യാപകർക്ക് 21,500 മാലദ്വീപിയൻ രൂപ ശമ്പളമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ ടീച്ചേഴ്സിന് 14,240 റുഫിയയാണ് ബിഎഡ് ഇല്ലാത്തവരുടെ ശമ്പളം. ഒരു മാലദ്വീപിയൻ റുഫിയ അല്ലെങ്കിൽ 1 MVR 5.4 ആണ് ബാങ്ക് ട്രാൻസ്ഫർ റേറ്റ്. എന്നാൽ ഇന്ത്യൻ ടീച്ചേഴ്സ് ബിഎഡ് ഉള്ളവർക്ക് 16,350 റുഫിയ കിട്ടും. LKG മുതൽ 10ാം ക്ലാസ് വരെ ശമ്പളത്തിൽ വ്യത്യാസമില്ല. ബിഎഡ് ഇല്ലാത്തവരുടെ ശമ്പളം 14,240 റുഫിയയാണ്. ബിഎഡ് ഉള്ളവർക്ക് 2,110 റുഫിയ അലവൻസായി കൂടുതൽ ലഭിക്കും. അങ്ങനെ 16,350 റുഫിയയാണ് ബിഎഡ് ഉള്ളവരുടെ ശമ്പളം. ഐലൻഡിലെ ചിലവുകൾ വച്ച് നോക്കിയാൽ ഈ തുക വളരെ കുറവ് തന്നെയാണ്. നമ്മുടെ യാത്രയ്ക്ക് തന്നെ നല്ലൊരു തുക ചിലവാകും. ഫ്ലൈറ്റിനാണ് ഐലൻഡുകളിലേക്ക് പോകുന്നതെങ്കിൽ വലിയ ചിലവ് ഉണ്ടാവും. 1,654 റുഫിയ ലോക്കൽ ആളുകൾക്ക് ഉള്ളപ്പോൾ ഇന്ത്യൻ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പുറത്തുനിന്ന് പോകുന്നവർക്ക് 1,934 റുഫിയയാണ് ചാർജ് ഈടാക്കുക. മെയ് 22, 2022 മുതൽ ലോക്കൽ ടീച്ചേഴ്സിൻ്റെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ വിദേശികളായ എക്സ്പാട്രിയേറ്റ് ടീച്ചേഴ്സിൻ്റെ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. 2022 സെപ്റ്റംബർ മാസം മുതൽ ഈ മാർച്ച് 2025 വരെ ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന ഊഹാപോഹം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും ശമ്പളം വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അറിയുവാൻ കഴിയുന്നത്. കാരണം പറയുന്നത് നമ്മൾ കോൺട്രാക്റ്റ് ടീച്ചേഴ്സാണ് എന്നതാണ്. ഈയിടെയായി $500 ശമ്പളമായി അല്ലെങ്കിൽ പണമായി അയച്ചിരുന്നത് $400 ആക്കി കുറച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. 33,300 രൂപയാണ് $400 അയക്കുമ്പോൾ നാട്ടിൽ ലഭിക്കുക. ബാക്കി എന്തെങ്കിലും വന്നാൽ അത് സ്വകാര്യ വ്യക്തികൾ മുഖാന്തരം 4.5 മാലദ്വീപിയൻ റുഫിയയ്ക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ബാങ്ക് റേറ്റ് ആകട്ടെ 5.4 ആണ്. ഇത് നമുക്ക് വല്ലാത്ത നഷ്ടം തന്നെയുണ്ട്. LKG മുതൽ 10ാം ക്ലാസ് വരെ ശമ്പളം ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞല്ലോ. ട്രാൻസ്ഫർ എന്ന ഒരു കാര്യം 1% മാത്രമേ സാധ്യതയുള്ളൂ. അപ്പോയിൻമെൻറ്റ് സാധാരണഗതിയിൽ ഐലൻഡുകളിലേക്ക് തന്നെയായിരിക്കാം.
മാലിദ്വീപിൽ ജോലിക്കായി വരുന്നവർ ആദ്യമായി ചെയ്യുന്നത് SBIയിൽ അക്കൗണ്ട് എടുക്കുക എന്നതുള്ളതാണ്. അക്കൗണ്ട് എടുത്തതിന് ശേഷം മാത്രമേ തൻ്റെ ജോലി സ്ഥലത്തേക്ക് ജോലി ലഭിച്ചവർ പോകാറുള്ളൂ. SBIയിൽ മാത്രമല്ല, മാലിദ്വീപിലെ ബാങ്കായ BML, ബാങ്ക് ഓഫ് മാൽദീവ്സ്, അവിടെയും നമ്മൾ അക്കൗണ്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. പണ്ട് BMLൽ അക്കൗണ്ട് എടുക്കണമെങ്കിൽ വിസ പാസ്പോർട്ടിൽ അടിച്ച് വർക്ക് പെർമിറ്റും ക്ലിയർ ആയതിനു ശേഷം മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ. എന്നാൽ ഈയിടെയായി SBIയിലും അക്കൗണ്ട് എടുക്കണമെങ്കിൽ വിസ അടിച്ചതിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ജോലിക്കാർക്ക് ഉണ്ടാക്കും. അക്കൗണ്ട് ഇല്ല എങ്കിൽ യാതൊരു കാരണവശാലും നാട്ടിലേക്ക് പൈസ അയക്കാൻ കഴിയുകയില്ല. അങ്ങനെ വരുമ്പോൾ 4.5 എന്ന നിരക്കിൽ സ്വകാര്യ വ്യക്തികൾ മുഖാന്തരം നാം പൈസ അയക്കേണ്ടി വരും.